നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇനി 6 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. 140 മണ്ഡലങ്ങളിലും ആവേശകരമായ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം സംഭവിക്കുമോ അതോ ഭരണ തുടർച്ച ഉണ്ടാകുമോ? ഈ ചോദ്യമാണ് എങ്ങും ഉയർന്നു കേൾക്കുന്നത്. ഈ ഒരു മണിക്കൂറിൽ വോട്ട് വൈബ് നടത്തിയ സർവേയുടെ 2ാം ഘട്ട സർവേയുടെ ഫലം വിശകലനം ചെയ്യുകയാണ്. നേരത്തെ വോട്ട് വൈബിന്റെ ആദ്യഘട്ട സർവേയുടെ ഫലങ്ങൾ ഒരാഴ്ച മുൻപ് പുറത്തുവിട്ടിരുന്നു. അന്ന് മാർച്ച് 21 വരെയുള്ള ഡേറ്റയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അതനുസരിച്ച് നേരിയ ഒരു ലീഡ് 71 സീറ്റുകളിൽ LDF ജയിക്കും എന്നുള്ളതായിരുന്നു. 68 സീറ്റിൽ UDF ജയിക്കുമെന്ന്. അതിൽ തന്നെ 3 സീറ്റുകളുടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നും വോട്ട് വൈബ് പ്രവചനം നടത്തിയിരുന്നു. ആ സർവേയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് വിശകലനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വരെയുള്ള, അതായത് മാർച്ച് 30 വരെ എടുത്ത ഡേറ്റകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സർവേ ഫലത്തിൻ്റെ വിശകലനമാണ്. ഇതനുസരിച്ച് ഏത് മുന്നണിക്കായിരിക്കും കേരളത്തിൽ ഇത്തവണ ഭൂരിപക്ഷം കിട്ടുക? ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം, ജനമനസ്സറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു ചിത്രമാണ് വോട്ട് വൈബ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതാണ് ഈ ഒരു മണിക്കൂറിൽ വിശകലനം ചെയ്യുന്നത്. അതിൽ ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയാകാൻ പോകുന്നത്, ജനമനസ്സിനെ സ്വാധീനിക്കാൻ പോകുന്നത്, ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്, ഏതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പുതിയ കാര്യങ്ങൾ, പുതിയ പ്രചാരണ വിഷയങ്ങൾ, ഡീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ചോദ്യാവലിയായി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. അതനുസരിച്ചാണ് 140 മണ്ഡലങ്ങളിൽ വോട്ട് വൈബ് ഇങ്ങനെയൊരു സർവേ നടത്തുകയും ആ ഫലം പുറത്തുവിട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ സർവേ ഫലത്തിൻ്റെ വിശകലനമാണ് അടുത്ത ഒരു മണിക്കൂറിൽ. ആരായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്? ഭരണ തുടർച്ചയാണോ ഉണ്ടാകാൻ പോകുന്നത്, അതോ ഒരു ഭരണമാറ്റമാണോ ഉണ്ടാകാൻ പോകുന്നത്? കഴിഞ്ഞ സർവേയിൽ നിന്ന് വ്യത്യസ്തമാണോ പുതിയ സർവേയിലെ ഡേറ്റ, അതോ കഴിഞ്ഞ സർവേയിലെ അതേ കാര്യങ്ങൾ തന്നെയാണോ ഇത്തവണത്തെ സർവേയിലും പ്രതിഫലിച്ചിട്ടുള്ളത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇതനുസരിച്ച് കഴിഞ്ഞ തവണ ചെറിയ ഒരു ഭൂരിപക്ഷം LDFന് കിട്ടിയേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സർവേയിൽ പ്രതിഫലിച്ചത്. എന്നാൽ ഇത്തവണ ആദ്യ ചോദ്യം എന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. ഇത് വളരെ മികച്ചത് എന്നുള്ള അഭിപ്രായം പറഞ്ഞത് 32.9% ആളുകളാണ്. മികച്ചത് 7.8%, ശരാശരി 14.7%, മോശം 20.3% എന്നുള്ളതാണ്. വളരെ മികച്ചത് 32.9, മികച്ചത് 7.8, ശരാശരി 14.7, മോശം 20.3%, വളരെ മോശം 23.1, അഭിപ്രായം പറയാത്തവർ 1.3 എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ വളരെ മികച്ചത് ശരാശരി ഇത് മൂന്നും കൂടി ടാലി ചെയ്യുമ്പോൾ അതിൽ വളരെ മികച്ചതും കൂടി നോക്കുകയാണെങ്കിൽ 40%-നും മുകളിലേക്ക് വന്നിട്ടുണ്ട്. ശരാശരിയിലെ ഒരു പകുതി കൂടി അതിലെടുത്താൽ ഏതാണ്ട് 50 എന്ന രീതിയിലേക്ക് ഏതാണ്ട് കാര്യങ്ങൾ പോവുകയാണ്. വളരെ മോശം അഭിപ്രായം പറഞ്ഞവർ 23.1, മോശം 20.1, അതായത് 20.3, അതായത് 43.4% ആളുകൾ മോശം എന്നുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ടാണ് വിലയിരുത്തുന്നത്. പക്ഷേ വളരെ മികച്ചതും കൂടി ടാലി ചെയ്യുമ്പോൾ 40-ന് മുകളിലും, അതിൽ ശരാശരി 14.7 അങ്ങനെ വരുമ്പോൾ മോശമല്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർവേയിലും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയായിരുന്നു. ഓർക്കണം, ഇത് മാർച്ച് 30 വരെയുള്ള, മിനിയാന്ന് വരെയുള്ള ഡേറ്റ അനുസരിച്ചുള്ളതാണ്. ഇതനുസരിച്ചും ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ അത്ര മോശം എന്ന രീതിയിലേക്ക് കാണുന്നില്ല എന്നാണ്. TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, ഏതാണ്ട് സമാനമാണല്ലോ കഴിഞ്ഞ സർവേയും ഈ സർവേയും വെച്ച് നോക്കിയാൽ. 21-ാം തീയതി വരെയുള്ള ഡേറ്റ അനുസരിച്ചായിരുന്നു കഴിഞ്ഞ സർവേയെങ്കിൽ ഇത്തവണ 30-ാം തീയതി വരെയുള്ള ഡേറ്റ വന്നിട്ടുണ്ട്. അതായത് ചാഞ്ചാട്ടം ഉണ്ടായിട്ടില്ല എന്നല്ലേ ജനങ്ങളുടെ മനസ്സിൽ പിണറായി വിജയൻ സർക്കാരിനോടുള്ള നിലപാടിനെ കുറിച്ച്? മജീഷ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഈ അഭിപ്രായ സർവേകൾ ഓരോ ദിവസത്തെ കണക്കെടുപ്പിലും മാറ്റങ്ങൾ ഉണ്ടാവാം. നമ്മുടെ ഈ വോട്ട് വൈബിൻ്റെ ആദ്യ കണക്കും പുറത്തു വരുന്ന 2ാമത്തെ ട്രാക്കറും തമ്മിൽ നേരിയ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിൽ ചില പൊതുവായ സൂചകങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ ഇത്തവണ ആഡ് ചെയ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാരിൻ്റെ പ്രകടനം എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യ കണക്കുമായി ഏറെക്കുറെ ചേർന്ന് പോകുന്ന കണക്കാണ്. പക്ഷേ അതിൻ്റെ മൈന്യൂട്ട് പോയിന്റുകളിലേക്ക് വരുമ്പോൾ രസകരമായ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനുള്ളിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത്
വളരെ മികച്ചതെന്ന് ഇത്തവണ 32% ആളുകൾ പറയുമ്പോൾ ഏകദേശം 32.9 എന്ന് പറയുമ്പോൾ 33% എന്ന് കൂട്ടുക. പക്ഷേ കഴിഞ്ഞ തവണ അത് 31.6 ആയിരുന്നു എന്ന സാഹചര്യമുണ്ട്. ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, അഭിപ്രായം പറയുന്നില്ല എന്ന ശതമാനം കഴിഞ്ഞ തവണ 7.4% ആദ്യ ട്രാക്കറിൽ. ഇത്തവണ അത് ഞങ്ങൾക്ക് നിലപാടുണ്ട് എന്ന് കൂടുതൽ പേർ പറയുന്നു. ഇതോടുകൂടി നിലപാടില്ല എന്ന് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നവരുടെ ശതമാനം 1.3% കുറഞ്ഞു. അതാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു ആർജവും ആ ചൂടുമാണ് പ്രകടമാവുന്നതെന്ന് നമുക്ക് തോന്നുന്നു. ഒപ്പം തന്നെ വെരി പൂവർ, അതായത് വളരെ മോശമെന്ന അഭിപ്രായം ഇത്തവണ 23%. കഴിഞ്ഞ തവണ അത് 21% ആദ്യ ട്രാക്കറിൽ. അതായത് വളരെ മോശമെന്ന തരത്തിൽ സർക്കാരിന് മാർക്കിടുന്നവരുടെ എണ്ണം അല്പം കൂടിയിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്വാഭാവികമായും ഈ കണക്കെടുപ്പിൽ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി സഹിത്ത്, ഇതിൽ വിവിധ വിഭാഗങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരായ വോട്ടർമാരും അതുപോലെ തന്നെ മുതിർന്നവരും, സീനിയർ സിറ്റിസൺസും, മുതിർന്ന പൗരന്മാരുമാണ് സർക്കാരിനോട് താല്പര്യം കാട്ടുന്നത് എന്നുള്ള കണക്ക് കൂടി വന്നിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ സർവേയിലും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അത് അങ്ങനെയാണ് കാണുന്നത്. അത് കറക്റ്റാണ് മഞ്ജുഷ. കഴിഞ്ഞ തവണത്തെ സർവേയുടെ അതേ സൂചകം തന്നെ അതിനകത്തുള്ളത്. അതായത് യുവ വോട്ടർമാർക്ക് സർക്കാരിനോട് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത്. അതേസമയം പ്രായമുള്ള വോട്ടർമാർക്ക് അത്തരം താല്പര്യം ഇതിൽ പ്രകടമാകുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സൂചകം ഈ സർവേ റിപ്പോർട്ടിൽ കടന്നു വരുന്നത്, ഈ സംവരണ വിഭാഗത്തിൽപ്പെടുന്ന, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സർക്കാരിനോട് കൂടുതൽ താല്പര്യമുണ്ട് എന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. ഏകദേശം 47%-നും 55%-നും ഇടയിലുള്ളവർ സർക്കാരിൻ്റെ പ്രകടനത്തിൽ ഏറെ തൃപ്തരുള്ളവരാണ് എന്നതുകൂടി ഈ കണ്ടെത്തലിൽ വരുന്നുണ്ട്. അതേസമയം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പർ കാസ്റ്റ് ഹിന്ദുവും ക്രിസ്ത്യൻസും, അതായത് ഉയർന്ന ജാതി വിഭാഗത്തിലുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവർക്കും സർക്കാരിനോട് അത്ര കണ്ട് താല്പര്യമില്ല എന്ന കണ്ടെത്തലുണ്ട്. അവർ വളരെ ക്രിട്ടിക്കലാണ് എന്ന സൂചകം കൂടി ഈ സർവേ ഫലങ്ങൾ. തെക്കൻ കേരളത്തിൽ അവിടെ ഹിന്ദു പോപ്പുലേഷൻ, ഹിന്ദു ജനസംഖ്യ കൂടുതലാണല്ലോ. അവിടെ സർക്കാരിനോട് താല്പര്യമാണ്, കൂടുതൽ ആളുകൾക്കും താല്പര്യമാണ് എന്നുള്ളതാണ്. അതേസമയം വടക്കൻ കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ, മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളിൽ സർക്കാരിനോട് നെഗറ്റീവ് ഒരു നിലപാടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ശ്രീ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, പോസിറ്റീവ് എന്ന് പറയുന്നത് 41%, നെഗറ്റീവ് എന്ന് പറയുന്നത് 43%. അങ്ങനെ പറയാമല്ലോ അല്ലേ? അങ്ങനെ കൃത്യമായി പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും ഉള്ള ഒരു ലളിത യുക്തിയിൽ ഇത് കാണാനാവില്ല. സർക്കാരിന്റെ പ്രകടനം പോസിറ്റീവ്, ജനറലി പോസിറ്റീവ് എന്ന് കരുതുന്നവരും പ്രതിപക്ഷത്തിന്റെ പ്രകടനവും ഈക്വലി പോസിറ്റീവ് എന്ന് കരുതുന്നവർ ഉണ്ടായേക്കാം. പക്ഷെ സർക്കാരിന്റെ പ്രകടനം മോശമെന്നും വളരെ മോശം എന്ന് കരുതുന്നവർ ഉണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ വോട്ട് സർക്കാർ അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ആ ഒരു പാരാമീറ്റർ മാത്രം വെച്ച് ഇത് അവലോകനം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ നല്ലതെന്നും മികച്ചതെന്നും ഒക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം ക്ഷേമ പെൻഷനുകൾ ഏതാണ്ട് 70-80 ലക്ഷം പേരിലേക്ക് വിവിധങ്ങളായ ക്ഷേമ പെൻഷനുകൾ എത്തുന്നുണ്ടെന്ന് ഓർക്കണം. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പെൻഷൻ എത്തുന്നുണ്ട്. അതിന്റെ ഗുണഭോക്താക്കളായ ആളുകൾ സർക്കാരിനെ പൊതുവെ തള്ളിപ്പറയാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഇൻകംബൻസി അഡ്വാൻറ്റേജ് മാത്രമല്ല, പൊതുവെ ഉള്ള ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. അതായത് ക്രമസമാധാന നില തീരെ കൈവിട്ടു പോയിട്ടില്ല. ഈ സർവേയിൽ കാണുന്ന ക്രമസമാധാന നിലയിലും ചെറിയ അറ്റകുറ്റങ്ങളുണ്ട്. ഇതിനകത്ത് ശരാശരി എന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്നത് 14.7%. 14% എന്നാണ് അവിടെ ഡിജിറ്റായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ 14.7% ശരാശരി. അവർ എങ്ങോട്ട് വേണമെങ്കിലും ചായാം എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം 50-50യിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇല്ലേ? ഏകദേശം 50% ആളുകൾക്ക് താല്പര്യം, 50% ആളുകൾക്ക് താല്പര്യമില്ല സർക്കാരിനോട്. അല്ല, അങ്ങനെ എങ്ങോട്ടും തിരിയാവുന്ന ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ ഈ പോൾ സർവേ വിശകലനം ചെയ്താൽ, കൃത്യമായി അത് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ അവിടെ ഇല്ല. വടക്കൻ കേരളത്തിലെ ഒരു മുസ്ലിം ജനസാമാന്യം പൊതുവെ വിശ്വസിക്കപ്പെട്ടിരുന്ന ഇപ്രാവശ്യം UDF-നോട് ഗാൽവനൈസ് ചെയ്യപ്പെടുന്നു എന്ന പൊതു നിരീക്ഷണമാണ്. മധ്യ കേരളത്തിലെ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിലെ ക്രൈസ്തവ ജനസാമാന്യവും മുൻ തെരഞ്ഞെടുപ്പുകൾ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം കാട്ടുന്ന ഒരു ചിത്രം അനുസരിച്ച് UDF-നോട് ലേശം പ്രതിപത്തി കാണിക്കുന്നു എന്നതാണ്. എന്നാൽ തെക്കൻ കേരളത്തിലെ ഹൈന്ദവ ഭൂരിപക്ഷം അത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന പ്രതീതിയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളും വടക്കൻ കേരളത്തിലെ തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ലയും, CPM കണ്ണൂർ ജില്ല, കാസർഗോഡിന്റെ ഒരു ഭാഗം, ഇതെല്ലാം തന്നെ കൃത്യമായ പകുതി ജില്ലകൾ, തെക്ക് വടക്ക് കേരളമെന്ന് ഭേദമന്യേ പകുതിയോളം ജില്ലകളിൽ
LDFന് കാര്യമായ സ്വാധീനമുണ്ട്. മറ്റ് ജില്ലകളിൽ എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകൾ, മലപ്പുറം, എറണാകുളം UDF തൂത്തുവാരും എന്ന നിലയിലാണ്. ശരി ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അതിൽ സർക്കാരിന്റെ പ്രവർത്തനത്തെ നല്ലത് എന്ന രീതിയിൽ വിലയിരുത്തിയിരിക്കുന്നത് 41%, മോശം എന്ന രീതിയിൽ 43%. അതായത് അതിനേക്കാൾ ഉപരിയായിട്ട് ശരാശരി എന്ന ഗണത്തിൽ 14% വരുന്നുണ്ട് എന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ ഉള്ളവരാണ് കൂടുതലും സർക്കാരിന്റെ പ്രവർത്തനം മോശം എന്ന് പറഞ്ഞിരിക്കുന്നു. അതേസമയം തെക്കൻ കേരളത്തിൽ സർക്കാരിനോട് നല്ല താല്പര്യമാണ് ഉള്ളതെന്നും ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, ആരായിരിക്കണം സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? പുതിയ മുഖ്യമന്ത്രി വേണോ അതോ പഴയ മുഖ്യമന്ത്രി തുടർന്നാൽ മതിയോ എന്നുള്ള ഒരു ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിജയൻ 31.6%. കഴിഞ്ഞ സർവേയിലെ പോലെ തന്നെ വന്നിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് പിണറായി വിജയനാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് 29.3%, രാജീവ് ചന്ദ്രശേഖർ 11.9%, അഭിപ്രായം പറയാത്തവർ 2.9%. പിന്നെ ഇതിനിടയ്ക്ക് മറ്റു നേതാക്കളും ചെറിയ ചെറിയ ശതമാന കണക്ക് അവരുടെ പേർക്കും ഉള്ളതാണ്. ചില ആളുകൾ മറ്റുള്ളവരെ KK ശൈലജ, രമേശ് ചെന്നിത്തല, ശശി തരൂർ തുടങ്ങിയവരുടെ പേരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി വിജയൻ 31.6%, VD സതീശൻ 29.3%, രാജീവ് ചന്ദ്രശേഖർ 11.9%, അഭിപ്രായം പറയാത്തവർ 2.9% എന്നുള്ളതാണ്. സജിത്ത്, കഴിഞ്ഞ തവണത്തേക്കാൾ പിണറായി വിജയന്റെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടല്ലേ? ഇവിടെ ഏകദേശം 1% കൂടിയിട്ടുണ്ട്. മഞ്ജുഷ, എല്ലാവരുടെയും പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മെച്ചപ്പെട്ടത് പിണറായി വിജയൻ്റേതെന്ന് തന്നെയാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. പിണറായി വിജയൻ 31.6%. അതേസമയം ആദ്യ സർവേയിൽ ഇത് 29.2% എന്ന് ഓർക്കുക. അപ്പോൾ മാറ്റമുണ്ട്. 2%-നടുത്ത് മാറ്റം പിണറായി വിജയൻ്റെ കണക്കിലുണ്ടായിട്ടുണ്ട്. പിണറായി വിജയനോട് കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം VD സതീശൻ്റെ കണക്ക് നോക്കുമ്പോൾ 29.3% ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്നവർ. കഴിഞ്ഞ തവണ അത് 29% എന്ന കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ കൗതുകം. രാജീവ് ചന്ദ്രശേഖരനെ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ 11.9% നമ്മുടെ കണക്കിൽ. കഴിഞ്ഞ തവണ അത് 10.8% അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിച്ചവർ. മറ്റെല്ലാവരും കൂടി ചേരുമ്പോൾ ഏകദേശം 10% താഴെ വരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട. ഇതിൽ ഒരു കാര്യം പരാമർശിച്ചു പോകാം. KK ശൈലജയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അവർ കോൺസ്റ്റൻ്റായി ആദ്യ സർവേക്ക് ഈക്വലായി തന്നെ നിൽക്കുന്നു അവരുടെ പെർസെൻറ്റേജ് എന്നതാണ്. മറ്റ് നേതാക്കളുടെ പേരുകളെല്ലാം അല്പം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് UDFന്റെ നേതാക്കളെയും LDFന്റെ നേതാക്കളെയും ചേർത്ത് താരതമ്യം ചെയ്യുകയാണെങ്കിൽ 43% UDFന്റെ ഒരാൾ മുഖ്യമന്ത്രിയാകണം എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതേസമയം 41% LDFന്റെ, അല്ലേ? അതിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ, KC വേണുഗോപാൽ ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. LDFന്റേതാകട്ടെ പിണറായി വിജയൻ, KK ശൈലജ, MA ബേബി തുടങ്ങിയ നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ സജിത്, അല്ലേ? അതിൽ UDFന് നേരിയ ഒരു മേൽക്കൈയുണ്ട്. ആരാണ് മുഖ്യമന്ത്രി എന്ന് ജനങ്ങൾ ആ ഉത്തരം പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനുള്ള ആൻസർ കൂടിയായി അത് മാറാം. കാരണം UDFന്റെ ആരെങ്കിലും ആവട്ടെ എന്ന് നിലപാടെടുക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, ആ ശതമാനമാണ് കൂടുതൽ എന്നൊരു കണക്ക് കൂടി ഈ അഭിപ്രായ സർവേയിൽ വരുന്നുണ്ട്. അല്പൂടെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഈ ക്രിസ്ത്യൻസും മുസ്ലിമും VD സതീശനെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഇതിൽ വരുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതേറെ താല്പര്യം വെക്കുന്നത് SC/ST വിഭാഗത്തിലുള്ളവർ തന്നെയാണ്. അവർക്കാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് കൂടുതൽ താല്പര്യമുള്ളവർ. അതേസമയം ക്രിസ്ത്യൻസും ഒപ്പം തന്നെ മുസ്ലിം വിഭാഗവും VD സതീശന് തന്നെയാണ് പിന്തുണ നൽകുന്നത് എന്നൊരു കണക്ക് കൂടിയുണ്ട്. സ്വാഭാവികമായും കൗതുകമുള്ള കാര്യം കൂടിയാണത് എന്ന പ്രത്യേകത. പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശശി തരൂർ, KC വേണുഗോപാൽ ഇവരുടെ റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ റേറ്റിംഗിൽ അല്പം വർധനവുണ്ടായിട്ടുണ്ട്, അല്ലേ? അത് തന്നെ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന മുഖത്തേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നു എന്നതിൻ്റെ കൂടിയാവാം. അതുകൊണ്ട് VD സതീശൻ അല്പം കൂടി ഐക്കണായി മാറുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ UDFനകത്ത് എന്നതാണ് സാഹചര്യം. അത് ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. മറ്റു നേതാക്കളുടെ ലോസ് VD സതീശൻ്റെ ഗെയിനായി മാറിയിട്ടുണ്ട് എന്നതാണ് ഈ കണക്ക്. ശരി, അതായത് പിണറായി വിജയൻ 31.6% എന്നുള്ളതാണ്. കഴിഞ്ഞ സർവേയിലെ പോലെ തന്നെ ഈ സർവേയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നാണ് 31.6% പേരും ആഗ്രഹിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് VD സതീശൻ തന്നെയാണ്. പിണറായി വിജയന് കഴിഞ്ഞ തവണത്തേക്കാൾ +2 ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. +2 കഴിഞ്ഞ തവണത്തേക്കാൾ 2% ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. VD സതീശൻ 29.3, അവിടെയും 1% ഉയർച്ചയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ 11.9%, വളരെ അകലെയാണ് നിൽക്കുന്നത്. ഇതാണ് ജനങ്ങൾ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് അഭിപ്രായം പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യം ഇങ്ങനെയാണ്. ശ്രീ മോഹൻ വർഗീസ് എങ്ങനെ കാണുന്നു ഇതിനെ? ഏറ്റവും കൂടുതൽ പേര് പ്രപ്പോസ് ചെയ്യുന്ന പേര് സ്വാഭാവികമായി പിണറായി വിജയന്റെ തന്നെയാണ്. ഇൻകംബൻസിയുടെ അഡ്വാൻറ്റേജ് അവിടെ കാണാം.
തൊട്ട് താഴെ തന്നെ വി.ഡി. സതീശന്റെ തൊട്ട്. പക്ഷെ കളക്റ്റീവ്ലി ടേക്കൻ നമ്മളെ ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് അവലോകനം ചെയ്യുമ്പോൾ കളക്റ്റീവായി ഇതെടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ 43%, 44% പേർ ഒരു CPM ഇതര അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് 4 പേരിലേക്ക് ചിതറുകയാണ്. അതായത് വി.ഡി. സതീശൻ ഒന്നാം സ്ഥാനത്തും, അതുപോലെ ഡോക്ടർ ശശി തരൂർ, അതുപോലെ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ഇതെല്ലാവരും കൂടെ ചേർത്ത നമ്പർ എല്ലാം തന്നെ UDFന് അനുകൂലമായ വോട്ടർ വികാരം തന്നെയാണ് കാട്ടുന്നത്. LDFന് അനുകൂലമായ വോട്ടർ വികാരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ 2%, അവിടെ 2 പേരുകളെ വരുന്നുള്ളൂ. കെ ശൈലജയും പിണറായി വിജയനും മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അവിടെ ഒരു ലേശം മേൽക്കൈ UDFന് ലഭിക്കുന്നതായി തോന്നാം. അതുപോലെ ഈ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൃത്യമായ BJP വോട്ടുകളാണ്. പക്ഷെ BJP സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള പലരും ആരാവും മുഖ്യമന്ത്രി എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ഒറ്റയ്ക്ക് ഭരണത്തിലെത്താനുള്ള സാഹചര്യം പൊതുവെ ആരും ലോജിക്കലി കൽപ്പിക്കാനാവില്ലല്ലോ. ശരി, അതിനകത്ത് തന്നെ ഒരു മറ്റൊരു കണക്കും കൂടിയുണ്ട്. അതിൽ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ. ആ കണക്ക് വരുമ്പോൾ 30% ആണ്. അങ്ങനെ ഒരു കണക്ക് കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആകെ നോക്കുമ്പോൾ വളരെ അകലെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനം. 11% ആളുകളെ പിന്തുണയ്ക്കുന്നുള്ളൂ. ശരി, അത് സ്വാഭാവികമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം BJP ഒരു അപ്പർ ക്ലാസ് പാർട്ടിയായിട്ട് തന്നെയാണ് എക്കാലത്തും കരുതപ്പെട്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തെ ഈഴവ, മറ്റ് OBC എല്ലാ പ്രാതിനിധ്യം BJPയിൽ വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ്. ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ പാർട്ടി CPM തന്നെയാണ്. പക്ഷേ അവിടെ 2ാം സ്ഥാനത്തേക്ക് ഒരു ഹിന്ദു പാർട്ടി എന്ന നിലയിൽ BJP കടന്നു വരുന്നു എന്നതാണ് ഈ ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമുള്ള ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം ജനസാമാന്യത്തിന്റെ നല്ല പങ്ക് UDFന്റെ ഒരു മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ വി.ഡി. സതീശന് തന്നെയാണ് മേൽക്കൈ. വടക്കൻ കേരളത്തിൽ നിന്നുള്ള കണക്ക് വരുമ്പോൾ അവിടെ UDFന്റെ മുഖ്യമന്ത്രി വേണം. അവിടെ തന്നെ വി.ഡി. സതീശനാണ് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇതാണ് വിലക്കയറ്റമാണോ അതോ തൊഴിലില്ലായ്മയാണോ? ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. വിലക്കയറ്റം എന്നുള്ളത് 17.1%, തൊഴിലില്ലായ്മ 17%, അഴിമതി 16.1%, മദ്യവും ലഹരിയും 12.1%, ക്രമസമാധാനവും സ്ത്രീ സുരക്ഷയും 8% എന്നുള്ളതാണ് കണക്ക്. അവിടെ വിലക്കയറ്റമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, 17.1%. മറ്റു ചില പാരാമീറ്ററുകൾ കൂടി ഇതിനകത്തുണ്ട്, ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയങ്ങൾ. സജിത്ത്, മറ്റു വിഷയങ്ങൾ കൂടി ഇതിനകത്തുണ്ടല്ലോ, വർഗീയ ധ്രുവീകരണം പോലെയുള്ളവ. പക്ഷേ ഇവിടെയും വിലക്കയറ്റം ഒന്നാമത്തെ വിഷയമായി മാറുകയാണല്ലോ. തൊഴിലില്ലായ്മയും രണ്ടും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ഏതാണ്ട് 34% വരും. അതെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ എന്ന ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൽ 2ാം പോൾ ട്രാക്കറിലേക്ക് വരുമ്പോൾ നേരിയ ചില മാറ്റങ്ങൾ കൂടി ഇത് മഞ്ജുഷ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, ഈ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണ 15.6% എന്നത് ഇത്തവണ നോക്കൂ 17.1% വർദ്ധിക്കുന്നു. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് പ്രശ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി അവർ അറിയുന്നു. ഒപ്പം തന്നെ വില വർധനവ്, പ്രൈസ് റൈറ്റ്, അത് കഴിഞ്ഞ തവണ 19.77% പേർ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കണ്ടിരുന്നെങ്കിൽ ഇത്തവണ അത് 17.1% നേരിയ ഒരു കുറവ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. തൊഴിലില്ലായ്മ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് സാഹചര്യം. അഴിമതിയിലേക്ക് വരുമ്പോൾ കറപ്ഷൻ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ പ്രശ്നമായി കഴിഞ്ഞ തവണ കണ്ടിരുന്നത് ആദ്യ ട്രാക്കറിൽ രേഖപ്പെടുത്തിയത് 14% പേരാണ്. പക്ഷേ ഇത്തവണ അത് 16% പേരും അഴിമതി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി സംസ്ഥാനത്ത് കാണുന്നുണ്ടോ എന്നത് കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ചില രസകരമായ കണ്ടെത്തൽ കൂടിയുണ്ട്. അതിലൊന്ന് ഈ ശബരിമല വിഷയമാണ്. നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള 3.7% പേർ ഈ സംസ്ഥാനത്തെ ഒരു പ്രധാന പ്രശ്നമായി ഇത്തവണ കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ അത് 4.3% ആളുകളുടെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ശബരിമല. പക്ഷേ അത് എണ്ണം കുറയുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ശബരിമലയ്ക്ക് അപ്പുറം മറ്റു വിഷയങ്ങളിലേക്ക് കൂടുതലായി കടന്നു വരുന്നു എന്നുകൊണ്ടുകൂടി ആവാം. വർഗീയ ധ്രുവീകരണം സ്വാഭാവികമാണ്. അത് 4.9% ആളുകൾക്ക് വിഷയമായി മാറുന്നുമുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ചോദിച്ച ചോദ്യമാണ് ഈ മദ്യവും ലഹരിയും പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നവരുടെ എണ്ണം 12.1% തന്നെയാണ്. അത് കഴിഞ്ഞ തവണത്തെ കണക്കുമായി ഏറെക്കുറെ ചേർന്ന് പോകുന്ന കണക്ക് കൂടിയാണ് എന്നതാണ് ഈ പോൾ ട്രാക്കർ 2ലേക്ക് വരുമ്പോൾ സാഹചര്യം സൂചിപ്പിക്കുന്നത്. ശരിയാണ്. ഇതിനകത്ത് സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നത് പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയാണ് ഇതിൽ. തൊഴിലില്ലായ്മ,
വിലക്കയറ്റം, അതുപോലെ തന്നെ ക്രമസമാധാനവും സ്ത്രീ സുരക്ഷയും. ഈ 3 കാര്യങ്ങളും നേരിട്ട് സർക്കാരിനെ ബാധിക്കുന്നവയാണ്, LDFനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് 3 കൂടി ചേരുമ്പോൾ 40% മുകളിലും ആളുകൾ ഇവിടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ക്രമസമാധാന പ്രശ്നങ്ങളും സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ശ്രീ മോഹൻ വർഗീസ്, ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണല്ലോ ഈ 3 വിഷയങ്ങളും. അതുപോലെ തന്നെ ലഹരി ഉപയോഗം കൂടുന്നതും സംസ്ഥാനത്തെ വിഷയമാണ് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, സർക്കാരിനെ വിലയിരുത്തുന്നവരും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. മോശമായി വിലയിരുത്തുന്ന അതേ ആളുകൾ തന്നെയാണ് ഇങ്ങനെ സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ യെസ് എന്നുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് എല്ലാ വിഷയങ്ങളും ഈ പാരാമീറ്റേഴ്സിൽ 6-7 പാരാമീറ്റേഴ്സ് ഏതാണ്ട് എല്ലാം തന്നെ സർക്കാരിനെ കൂടെ ബാധിക്കുന്നത് തന്നെയാണ്. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ അത് വിലക്കയറ്റം പ്രധാന വിഷയമായി കാണുന്ന 17% പേരുണ്ട് എങ്കിൽ അതെല്ലാം സർക്കാർ വിരുദ്ധ വോട്ടാണെന്ന് കണക്കാക്കാനാവില്ല. അതിൽ ചിലരെങ്കിലും സർക്കാർ അനുകൂലമായി, ഈ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരാണ്, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഏറ്റവും യോജിക്കുന്ന സർക്കാർ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അതുപോലെ തൊഴിലില്ലായ്മ ഡീൽ ചെയ്യാൻ അതൊരു വിഷയമാണ്, അത് ഡീൽ ചെയ്യാൻ നല്ലത് ഇടതുപക്ഷ സർക്കാരാവും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം എടുക്കുമ്പോൾ സർക്കാർ വിരുദ്ധമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നാമെങ്കിലും അതെല്ലാം തന്നെ സർക്കാരിനെതിരെ പോകണമെന്നില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം താല്പര്യപൂർവ്വം നമ്മൾ കാണുന്നത് ശബരിമല വിഷയത്തിൽ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ കുറച്ച് പ്രതികരണങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. കേവലം 3.5% അല്ലെങ്കിൽ 4% പേര് മാത്രമാണ് അതൊരു പ്രധാന വിഷയമായി കാണുന്നത്. പ്രതിപക്ഷത്തിന്റെ ആക്രമണത്തിന്റെ കുന്തമുന വർഗീയ ധ്രുവീകരണത്തെക്കുറിച്ചും ശബരിമലയെക്കുറിച്ചുമാണ്. ഈ 2 കാര്യങ്ങളിൽ കാര്യമായ പ്രതിപക്ഷത്തിന്റെ പ്രചരണം കാര്യമായി ഏശിയിട്ടില്ല. അല്ല എങ്കിൽ ഇവിടെ അഴിമതി തീർച്ചയായും സർക്കാർ വിരുദ്ധമായ കാര്യം തന്നെയാണ്. ശബരിമല അതുകൊണ്ട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ വിലക്കയറ്റം മാറ്റി നിർത്തണം, വിലക്കയറ്റം തൊഴിലില്ലായ്മ അതിനോടൊപ്പം ചേരില്ല. അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തിയ വാദഗതികളെ പൂർണ്ണമായി ജനം സ്വീകരിച്ചതായി കാണുന്നില്ല. ചെറിയൊരു വിഭാഗം ജനം മാത്രമേ സ്വീകരിച്ചതായി കാണുന്നുള്ളൂ. വികസനമില്ലായ്മ എന്നുള്ള പ്രശ്നം 3.5% ആളുകൾ മാത്രമേ പറയുന്നുള്ളൂ. കഴിഞ്ഞ സർവേയിലും ഇങ്ങനെ തന്നെയായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ വികസനമില്ലായ്മ ഒരു വിഷയമായിട്ട് ചൂണ്ടിക്കാണിച്ചുള്ളൂ. അതുപോലെ തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിലും റേറ്റിംഗ് കുറഞ്ഞു വരികയാണ്. സ്വർണ്ണക്കൊള്ള അത്ര വലിയൊരു വിഷയമായിട്ട് ജനങ്ങൾ കാണുന്നില്ല എന്നുകൂടി ഈ സർവേയിൽ പ്രതിഫലിക്കുകയാണ്. ഏതാണ്ട് കഴിഞ്ഞ തവണത്തെ ഏകദേശം അതേ കണക്കാണ്. പക്ഷേ അവിടെ സർക്കാരിന് അനുകൂലമായ ഘടകങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും റേറ്റിംഗ് കുറയുന്നു എന്നുള്ളതാണ്. അത് സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് വിശ്വസിക്കുന്നവർ, ഇതൊരു വലിയ വിഷയമായിട്ട് കരുതുന്നവരുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. അതേസമയം വിലക്കയറ്റം വലിയ പ്രശ്നമാണ്, തൊഴിലില്ലായ്മ വലിയ പ്രശ്നമാണ്, അഴിമതിയും പ്രശ്നമാണ്, അതുപോലെ തന്നെയാണ് ലഹരി ഉപയോഗം, ക്രമസമാധാന തകർച്ച, സ്ത്രീ സുരക്ഷ, ഇവയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറയുന്നവരാണ് കൂടുതലും. അടുത്തത് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ബാധിക്കുന്ന, കേന്ദ്ര സർക്കാരിനെ വിലയിരുത്തുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സമീപകാലത്തെ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളത്. അത് ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉള്ളതാണ്. രാജ്യത്തെ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എത്രമാത്രം മികച്ചതായിരുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യാൻ, മികച്ചതായിട്ട് കൈകാര്യം ചെയ്യാൻ കേന്ദ്രത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ മികച്ച രീതിയിൽ എന്നുള്ളത് 24.1% ആളുകളാണ് പറയുന്നത്. നല്ല രീതിയിൽ 11.7%. രണ്ടും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 36% റേറ്റിംഗ് വരികയാണ്. ശരാശരി 23.4. മോശം എന്ന് അഭിപ്രായപ്പെട്ടത് കേന്ദ്രത്തിൻ്റെ നടപടി മോശമെന്ന് പറയുന്നത് 21.9, വളരെ മോശം 14.4%, അഭിപ്രായമില്ലാത്ത 4.5%. സഹിത ഏകദേശം പോസിറ്റീവും നെഗറ്റീവും തുല്യമായിട്ട് വരികയാണല്ലോ. അതെ, ഏറെക്കുറെ തുല്യമായിട്ട് വരികയാണ്. മാത്രമല്ല, ഇതൊരല്പം പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടിയായി മാറുമോ കേരള സാഹചര്യത്തിൽ എന്ന പ്രത്യേകതയുമുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചോദ്യമായി ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം അതിൽ ഒരു BJP അനുകൂലിക്കുന്നവർ മാത്രമാവാം ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, ബാക്കിയുള്ളവർ ജനറലി സംസാരിച്ചു പോവുകയായും ചെയ്യുക. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ മികച്ചതും നല്ല രീതിയിൽ എന്ന കണക്ക് പറയുന്നവരും മോശവും വളരെ മോശവും പറയുന്നത് ഏറെ ഈക്വലാണ് എന്ന ഒരു സാഹചര്യം കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു പാസ് മാർക്ക് ഏറെക്കുറെ ഇതിൽ കിട്ടുന്നുണ്ട്. കാരണം ശരാശരി കണക്കിൽ 23.4% പേരുണ്ട്. അത് നേർ പകുതിയാക്കിയാൽ പോലും കേന്ദ്ര സർക്കാരിന് ആ രീതിയിൽ പാസ് മാർക്ക് വരുന്നുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം. ഒരുപക്ഷെ കേരളത്തിലെ BJPയെ അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു ഘടകമായി ഇത് മാറാനുള്ള സാധ്യത ചെറുതല്ല. എന്തായാലും ഈ ചോദ്യത്തിന് ഈ രീതിയിൽ മലയാളികൾ പ്രതികരിച്ചു എന്നതുകൂടി ഇക്കാര്യത്തിൽ
നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു നിലപാടിന്റെ കൂടി ഒരു ചോദ്യമുണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടൽ അതിനെ എങ്ങനെ അനുകൂലിക്കുന്നോ അതോ പ്രതികൂലിക്കുന്നോ എന്നുള്ളതായിരുന്നു. നയതന്ത്ര ഇടപെടൽ എത്രമാത്രം കാര്യക്ഷമമായിരുന്നു? വളരെ മികച്ചതായിട്ട് പറയുന്നത് 24.1%, നല്ല രീതിയിൽ 10.7%, ശരാശരി 21.9%, മോശം 20.6%, വളരെ മോശം 17.2%, അഭിപ്രായമില്ലാത്ത 5.4%. ഏകദേശം ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മികച്ചതായിരുന്നോ എന്നുള്ള ഉത്തരത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ്, ഏതാണ്ട് സമാനമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. വളരെ മികച്ചത് 24.1%, നല്ല രീതിയിൽ 10.7%, ഏകദേശം 35% അടുത്ത് നല്ലത് എന്ന രീതിയിലാണ്. മോശം എന്നുള്ളത് 37%. സഹിത ഇവിടെ കാണേണ്ടത് ആദ്യ ചോദ്യത്തിന്, അതായത് ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ എന്നുള്ളതിൽ ഏകദേശം 36% അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് പറയാം. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ക്രിട്ടിക്കലാണല്ലോ. കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടൽ ശരിയായില്ല എന്നതിനല്ലേ കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത്? അതെ, സ്വാഭാവികമായും അങ്ങനെയാണ് വന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഗ്യാസ് പ്രതിസന്ധി, പാചകവാതക ക്ഷാമവും അടുക്കളകളൊക്കെ നേരിടുന്ന പ്രതിസന്ധിയുമായി കൂട്ടി വായിക്കേണ്ടി വരും. അതിൻ്റെ ഒരു പ്രതിഫലനം ഒരു പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി വന്നിട്ടുണ്ടാവാം. ആ ഒരു പ്രതികരണം തന്നെയാണ് ഇതിലുണ്ടാവുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ ആ ഒരു പ്രകടനം സ്വാഭാവികമായും കടന്നു വന്നിരിക്കാം. പിന്നെ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലെ വലിയൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അതല്ലാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ അത്ര ക്രിയാത്മകമായ ഒരു റെസ്പോൺസ് ആ ചോദ്യത്തോട് ഉണ്ടാവാത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഒരു കാര്യം വ്യക്തമാണ്, ഈ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ മോശമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കണക്കെടുപ്പിൽ കൂടുതൽ. ഇതിൽ തന്നെ മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. മുതിർന്ന പൗരന്മാർ അവർ കൂടുതലും ഇന്ത്യയുടെ ഇടപെടൽ നന്നായി എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരാണ് കൂടുതൽ, ഏകദേശം 55% അങ്ങനെയാണ്. പക്ഷേ യുവാക്കൾക്കിടയിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ശരിയായില്ല. അത് രണ്ടിലും, നയതന്ത്ര ഇടപെടലും അതുപോലെ തന്നെ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ഇടപെടലും, രണ്ടിലും ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായി കാണുന്നത് ചെറുപ്പക്കാരാണ് എന്നത് ഈ സർവേയിൽ എടുത്തു പറയാവുന്നതാണ്. ശ്രീ മോഹൻ വർഗീസ് എങ്ങനെ കാണുന്നു? വളരെ ശ്രദ്ധേയമായ നിഗമനങ്ങളാണ് ഇവിടെ കാണുന്നത്. ഈ പാരാമീറ്റേഴ്സിൽ കാണുന്നത് ഈ കേന്ദ്ര സർക്കാരിനോട് ഈ മുട്ടം വിട്ട് നിൽക്കുന്ന രണ്ട് മുന്നണികളാണ് കേരളത്തിലുള്ളത്, UDFും LDFും. ഈ രണ്ട് മുന്നണികളും കൂടെ ചേർന്ന വോട്ട് ഷെയർ നോക്കുമ്പോൾ തന്നെ അതൊരു ഭീമമായ നമ്പറാണ്. ഒരു 84% വോട്ട് ഷെയർ ഉണ്ട് UDF LDF സംവിധാനങ്ങൾക്ക്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചാൽ BJPക്ക് 15%, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ബെഞ്ച് മാർക്കെങ്കിൽ 20%. പക്ഷെ വളരെ മികച്ചതാണ് നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയം കൈകാര്യം ചെയ്തത്. നയതന്ത്ര പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, എണ്ണ വില വർധനമായിക്കൊള്ളട്ടെ, ഇത് കൈകാര്യം ചെയ്തത് വളരെ മികച്ചത് എന്ന് 27% പേർ ഒരു എൻഡോഴ്സ്മെന്റ് നൽകുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഉറപ്പായും. ഇത് മാത്രമല്ല, മികച്ചത് എന്ന് പറയുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഒരുപക്ഷെ അത് പൂർണ്ണമായി അതിനെ പൊളിറ്റിക്കലി നമുക്ക് അങ്ങോട്ട് ഈ ഡിസൈഫർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതൊരു പൊളിറ്റിക്കൽ ഒരു ക്വസ്റ്റ്യനായി ആയിരിക്കില്ല ആളുകൾ എടുത്തത്. അതൊരു ക്രൈസിസ് സിറ്റുവേഷനാണ്. അത് കേന്ദ്ര ഗവൺമെന്റ് മാനേജ് ചെയ്തു. അതുകൊണ്ട് അവർ BJP അനുകൂലമെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനോട് കഠിനമായ വിരോധമുള്ള രണ്ട് മുന്നണികളാണ് കേരളത്തിലെ മുന്നണികൾ, പ്രധാനപ്പെട്ട മുന്നണികൾ UDF LDF. അവരുടെ വോട്ടേഴ്സ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ പൂർണ്ണമായി ക്ലീൻ ചിറ്റ് നൽകുന്നില്ല എങ്കിലും സാമാന്യം നല്ല ഒരു റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. പകുതിയോളം പേര് റേറ്റിംഗ് കൊടുക്കുന്നത് കൊണ്ട് തീർച്ചയായും BJPക്ക് ആഗ്രഹിക്കാൻ വകയുണ്ട്. പക്ഷെ ഇത് അർബൻ റൂറൽ ഒരു ഡിവൈഡ് കൂടി ഇതിനകത്ത് എടുക്കേണ്ടതുണ്ട്. കാരണം ഈ സീനിയർ സിറ്റിസൺസ് ആൻഡ് യങ്സ്റ്റേഴ്സ് എന്നത് മാത്രമല്ല, ഇവിടെ ഏത് മേഖലയിലാണ് BJP കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്തത് വളരെ മികച്ചത്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അർബൻ വോട്ടേഴ്സ് ആണ് പൊതുവെ അതിന് അനുകൂലമായി നിൽക്കുന്നത്. BJP ഒരു അർബൻ പാർട്ടിയാണ്. കേരളത്തിൽ ഉൾപ്പെടെ ഒരു അർബൻ മെട്രോപൊളിറ്റൻ പാർട്ടി എന്ന നിലയിലാണ് തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ഒരുപക്ഷെ നല്ല റേറ്റിംഗ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. BJPക്ക് അല്പം ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാടുകളോട് അത്രയ്ക്ക് വിമർശനാത്മകമായി ആളുകൾ വന്നിട്ടില്ല. നയതന്ത്ര ഇടപെടലിലാണ് കൂടുതൽ വിമർശനം. ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാനുള്ളതിന് ഏകദേശം തുല്യമായ രീതിയിലാണ് പ്രതികരണം വന്നിരിക്കുന്നത്. അടുത്തത്, നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്നുള്ളതാണ്. ഏതാണ് ഏറ്റവും വലിയ വിഷയം ഈ തെരഞ്ഞെടുപ്പിലെ എന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. നിങ്ങൾ ഏത് വിഷയം പരിഗണിച്ചുകൊണ്ടാണ്, നിങ്ങളെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ? ഈ ചോദ്യമായിരുന്നു, ഡയറക്റ്റ് ചോദ്യമാണ് ഇത്. ഇതിൽ വികസനത്തെക്കുറിച്ച് പറഞ്ഞത് 25.7% ആളുകളാണ്. വികസനം അതിനായിരിക്കും മാർക്ക് കൊടുക്കുക എന്നുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം 15.2%. പ്രധാനമന്ത്രിയുടെ ഫേസ് എന്നുള്ളതാണ്, പ്രധാനമന്ത്രിയെ കാണിച്ചുകൊണ്ടുള്ള BJPയുടെ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അതിനുള്ള അംഗീകാരം എത്രമാത്രം എന്നത് 12.2%. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം CM ഫേസ് എന്നുള്ളതാണ് 11.7%.
പാർട്ടി ചിഹ്നം നോക്കിയുള്ള വോട്ട് 10.2% എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർട്ടി ചിഹ്നം എന്നുള്ളത്. മറ്റ് പാരാമീറ്റേഴ്സ് കൂടി ഉണ്ട് ഇതിനകത്ത്. ജാതി മതം നോക്കിയുള്ള വോട്ട് ചെയ്യും എന്നുള്ള കാര്യം അത് വളരെ കുറവാണ് എന്നുള്ളതാണ്. 1.5%. ആനുകൂല്യങ്ങൾ പരിഗണിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ 2.7% മാത്രം. സ്ഥാനാർത്ഥിയെ നോക്കി 9.6%. അഭിപ്രായമില്ലാത്തത് 5.6%. പിന്നെ മറ്റ് വിഷയങ്ങൾ പരിഗണിച്ച് 5.8% എന്നുള്ളത്. സരിത, നേരത്തെ നിങ്ങൾ ഏത് വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ കാണുന്നത് എന്നുള്ളതും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതും ഇത് രണ്ടും കൂടിയുള്ള ഒരു തുലനം ആണല്ലോ ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ എന്താണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആദ്യം പരിഗണിക്കുന്ന വിഷയമെന്നത്? മഞ്ജുഷ്, ഇതിൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രകടനം കൂടി വിലയിരുത്തപ്പെടുന്നു, ജനം അതിന് മാർക്കിടുന്നു എന്നൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ കൂടി ഈ സർവേയിൽ വരുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രിയുടെ പ്രവർത്തനം പരിഗണിക്കുന്നത് 12.2% ആളുകളാണ്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിനും 15.2% ആളുകൾ മാർക്കിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരുപക്ഷെ വളരെ ശ്രദ്ധേയമായി നിരീക്ഷിക്കപ്പെടേണ്ട ഒരു കണക്കുകൂടിയായി മാറുകയാണ്. മാത്രമല്ല, പുതു വോട്ടർമാരാണ് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത് എന്നതുകൂടിയാണ് നമ്മുടെ സർവേയുടെ ഒരു കണ്ടെത്തലിലേക്ക് കടന്നു ചെല്ലുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് തന്നെയാണ് 25.7% ആളുകൾക്കും പ്രധാനപ്പെട്ട വിഷയമാകുന്നത്, അവർ പരിഗണിക്കപ്പെടുന്നത് എന്നതുകൂടി സാഹചര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഈ അപ്പർ ഹിന്ദു വോട്ടുകൾക്കിടയിൽ ഇക്കാര്യത്തിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തൽ കൂടി നമ്മുടെ ഈ സർവേയിൽ വരുന്നുണ്ട്. അവരിൽ കുറേയധികം ആളുകൾ പാർട്ടി സിമ്പൽ നോക്കി വോട്ട് ചെയ്യുന്നവരാണ്, മറ്റുള്ളവർ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസാണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് പോകേണ്ട ഇവരുടെ അഭിപ്രായം എന്നതുകൂടി ഈ കണക്കിൽ വ്യക്തമാവുന്നുണ്ട്. അപ്പോൾ വികസനം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. നേരത്തെ വികസനം ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമാണോ എന്ന് ചോദിച്ചപ്പോൾ അതിൽ ആളുകൾ കുറവായിരുന്നു അതിൽ മാർക്കിടാൻ. പക്ഷേ വികസനം നോക്കിയാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് കൂടുതൽ ആളുകളും ആ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. അടുത്തത് സമീപകാലത്ത് CPM-ൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഇത് ഡയറക്റ്റായിട്ട് ആളുകളോട് ചോദിക്കുമ്പോൾ CPM-ൽ അടുത്ത സമയത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അത് CPM-നെ ബാധിക്കും എന്നുള്ളത്, ഡയറക്റ്റായിട്ട് LDF-നെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് തിരിച്ചടിയാകുമെന്ന് പറയുന്നവർ 41.8%. പക്ഷേ അവിടെ നേരിയ തിരിച്ചടിയേ ഉണ്ടാവുകയുള്ളൂ എന്ന് 13.8% ആളുകൾ അഭിപ്രായപ്പെട്ടു. തിരിച്ചടിയാവില്ല എന്ന് പറയുന്നത് 29.3%, അഭിപ്രായമില്ലാത്തത് 15.1%. പക്ഷേ അവിടെ തിരിച്ചടിയാകും എന്നുള്ളതാണ് കൂടുതൽ ആളുകളും പറയുന്നത്. 41.8, അതും നേരിയ തിരിച്ചടി 13.8 കൂടിയാകുമ്പോൾ ഏകദേശം CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ ബാധിക്കും എന്നതിലേക്കാണ് പോകുന്നത്. സഹിത, ആ രീതിയിലാണല്ലോ. ഇതിൽ മേഖല തിരിച്ചുള്ള ഡേറ്റയുണ്ടോ ഇക്കാര്യത്തിൽ? ഇതിൽ മഞ്ജുഷ, ഒരുപക്ഷെ ഇതിനകം പുറത്തു വന്ന സർവേകളിൽ ഇതാദ്യമായിട്ടായിരിക്കും CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അതിനെ ബാധിക്കുമെന്ന കാര്യം. അതിൽ CPM-നെ സംബന്ധിച്ച് വളരെ അലാമിംഗ് ആയ ചില കണ്ടെത്തലൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. തിരിച്ചടിയാകുമെന്ന് പറയുന്നവരുടെ എണ്ണം 41.8%. നേരിയ തിരിച്ചടി 13.8% എന്നതാണ്. അഭിപ്രായമില്ലാത്തവരുടെ കണക്കും അങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്രിസ്ത്യൻ വിഭാഗം, ഒപ്പം തന്നെ അപ്പർ ഹിന്ദു വിഭാഗങ്ങളുമൊക്കെ ഇത് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നവരാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ 48.8% ആളുകളും CPM-ലെ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് ചിന്തിക്കുന്നവരാണ്. അതേസമയം അപ്പർ ഹിന്ദു വിഭാഗങ്ങളിൽ അത് 47.3% ആളുകളാണ്. അതേസമയം മുസ്ലിം ST വിഭാഗങ്ങൾക്ക് ഇത് വലിയ കൺസേൺ അല്ല എന്ന് അഭിപ്രായം പറഞ്ഞവരാണ് എന്ന കണ്ടെത്തൽ കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. CPM-നെ സംബന്ധിച്ച് വലിയ അലാമിംഗ് ആയ ഒരു കണ്ടെത്തൽ നിരീക്ഷണം കൂടി ഇതിനകത്ത് തിരിച്ചടിയാകുമെന്ന് 41.8% ആളുകളും അഭിപ്രായപ്പെടുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇത് കണ്ണൂരിലും അമ്പലപ്പുഴയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് CPM-നുള്ള വാർണിംഗ് സിഗ്നൽ എന്ന രീതിയിലാണ് കൂടുതൽ ആളുകളും കാണുന്നത്, അല്ലേ? ഇതൊരു ശ്രദ്ധേയമായ ഒരു ആംഗിളാണ്. CPM-നുള്ളിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പൊതുവെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നതിനെ കുറിച്ചുള്ള പബ്ലിക് നിലപാട്. അതിൽ വലിയ നമ്പർ 41%-ലധികം പേര് തിരിച്ചടിയാകും എന്ന് പറയുമ്പോൾ അത് CPM-ന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അത് ചെറിയ തിരിച്ചടിയാകും എന്ന് പറയുന്നത് പോലും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അതിൽ CPM-ന് വോട്ട് ചെയ്യുന്നവരുടെ അഭിപ്രായവും അതിനകത്തുണ്ടായിരിക്കും. അത് ചെറിയ തിരിച്ചടിയാണെന്ന് സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ടി അണികളുടെ ഉൾപ്പെടെ ചേർത്ത് വായിക്കുമ്പോൾ അത് ഈ ഉദ്ദേശിക്കുന്ന ഈ നമ്പേഴ്സ് പ്രൊജക്ട് ചെയ്യുന്നത് പോലെ അത്ര വലിയ തിരിച്ചടിയാകണം എന്നില്ല.
അതാണ് ഒരു ഡയമെൻഷൻ. അതേസമയം അത് തൊട്ട് മുൻപത്തെ ചോദ്യത്തെക്കുറിച്ചുള്ള റെസ്പോൺസ് കൂടി ഇവിടെ പറയുന്നത്, ഏറ്റവും അധികം റെസ്പോണ്ടൻസ് ഈ അഭിപ്രായം തുറന്ന് പറയാതിരിക്കുന്ന ഒരു പോയിന്റാണ് തങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റായ അഭിപ്രായമാണ് തങ്ങളെ ബാധിക്കുന്ന വിഷയം, വികസനമാണ്. ഇത് ക്ലീൻ ആയിട്ട് പറഞ്ഞു പോകാം. വർഗീയതയാണെന്നും ജാതിയാണെന്നും അല്ലെങ്കിൽ തങ്ങൾ കിട്ടുന്ന ഡോളിംഗ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളാണെന്നും പറയാൻ ഒരുമാതിരി ആളുകൾ ആരും തയ്യാറാവില്ല. പക്ഷെ ആത്യന്തികമായി ജാതിയും മതവും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും എല്ലാം തന്നെ വിഷയമാകും. അതുകൊണ്ട് അത് വെച്ചിട്ടുള്ള നിഗമനത്തിലെത്തുന്നത് അസാധ്യമായ കാര്യമായിരിക്കും. പക്ഷെ ജനറൽ ട്രെൻഡ് അനുസരിച്ച് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളമുള്ള ആ ഒരു CPM-ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഭ്രംശം, അതായത് ധാർഷ്ട്യം, ധിക്കാരം, അതിനുള്ളിൽ വന്നിരിക്കുന്ന വിഘടനം, അത് മാത്രമല്ല നേതാക്കൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, ഒരുപാട് പേര് വിട്ടുപോകുന്ന പ്രവണത, അത് മാത്രമല്ല CPI-യിൽ നിന്നും വൻതോന്നും BJP-യിലേക്ക് ഉൾപ്പെടെ ചില വിഭാഗങ്ങളുടെ കുത്തൊഴുക്ക്, ഇതെല്ലാം തന്നെ ജനം അക്നോളജ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. 41.8% ആളുകളും തിരിച്ചടിയാകും, CPM-നും LDF-നും തിരിച്ചടിയാകും എന്ന് അഭിപ്രായപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഡീൽ ആരോപണം, BJP-യും LDF-ഉം തമ്മിലുള്ള ഒരു ഡീൽ നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസും UDF-ഉം ഉന്നയിച്ചിരിക്കുന്ന ആ ആരോപണം, അത് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഡീൽ ഉണ്ടോ, ഡീൽ ഇല്ലയോ? ഇതിലെങ്ങനെയാണ് പ്രതികരണം എന്ന് നോക്കാം. ഡീൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ 39.4%. കോൺഗ്രസ് ആരോപിക്കുന്ന LDF BJP ഡീൽ ഉണ്ടെന്ന് കരുതുന്നവർ 39.4%. പക്ഷേ ഇല്ല എന്ന് കരുതുന്നവർ 48%. അഭിപ്രായമില്ലാത്തവർ 12.6%. അതായത് കോൺഗ്രസും UDF-ഉം ഉന്നയിക്കുന്ന ഈ ഡീൽ ആരോപണം അത് കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നില്ല എന്ന് വേണം ഈ സർവേയുടെ ഫലം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഉണ്ടെന്ന് ഏകദേശം 40% ആളുകൾ വിശ്വസിക്കുന്നുമുണ്ട്. സഹിത ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഡീലില്ല എന്ന് കൂടുതൽ പേർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പല മേഖലകൾ തിരിച്ചു നോക്കുമ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും ആരോപണം ശരിവെക്കുന്നവരാണ് കൂടുതലെന്നും കാണേണ്ടതല്ലേ? മഞ്ജുഷ, ഈ സർവേയിലെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ഒന്ന് ഇത് തന്നെ നമുക്ക് കരുതാം. കാരണം സംസ്ഥാനത്ത് ഈ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുക ഡീലാണ്. ഡീൽ ആരോപണം കോൺഗ്രസ്, മറിച്ച് ആരോപണം ഉന്നയിച്ച് ഇടതുമുന്നണി, ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും പ്രചരണ രംഗത്ത് ഡീൽ എന്ന ഒറ്റ വിഷയം തന്നെയാണ് പ്രധാന ചർച്ചയാവുന്നത്. ഇതിനിടയിലാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഡീൽ ആരോപണത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമായി ഈ ഏജൻസി എത്തിയത്. അതിന് നൽകുന്ന ഉത്തരമാണിത്. അതായത് ഡീൽ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് 48% എന്നതാണ് അതിൻ്റെ ചുരുക്കം. അതായത് ബഹുഭൂരിപക്ഷവും ഡീലില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നവരാണ്. അഭിപ്രായമില്ലാത്തവർ 12%. 39% പേര് മാത്രമാണ് ഡീലുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഇതിൽ പൊളിറ്റിക്കലി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്ത്യൻ ഒപ്പം മുസ്ലിം വിഭാഗങ്ങളാണ് ഈ പൊളിറ്റിക്കൽ ഡീൽ എന്ന UDF-ന്റെ ആരോപണം അല്പമെങ്കിലും ശരിയെന്ന് വിശ്വസിക്കുന്നവർ എന്നതാണ് അതിൻ്റെ നമ്മുടെ സർവേയിൽ കണ്ടെത്തുന്ന വോട്ട് വൈബിൻ്റെ ഈ സർവേയിൽ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ ST വിഭാഗങ്ങൾ ഒപ്പം തന്നെ അപ്പർ ഹിന്ദു വിഭാഗങ്ങൾ ഇവരൊന്നും ഡീലില്ല എന്ന തിയറിയിൽ തന്നെയാണ്, ഡീൽ തിയറിയിൽ അവർ വിശ്വസിക്കുന്നില്ല, ഡീലില്ല എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡീൽ എന്ന ആരോപണം നിഷേധിക്കുന്നവരാണ് കൂടുതലും സർവേയിൽ പങ്കെടുത്തവർ എന്നതാണ് പ്രധാനം. മധ്യ കേരളത്തിൽ 42.8% ആളുകളും ഡീൽ ഇല്ല എന്ന് പറയുന്നു. അതേസമയം വടക്കൻ കേരളത്തിൽ അതിനേക്കാൾ കുറവാണ് ഡീൽ ഉണ്ട് എന്ന് പറയുന്നവർ. 35% ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഡീൽ ഉണ്ട് എന്ന്. മധ്യ കേരളത്തിൽ 42.8% ആണ്. വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം, ഇത്തവണത്തെ വോട്ട് വിഹിതം എത്രയായിരിക്കും? ആർക്കായിരിക്കും കൂടുതൽ വോട്ട് വിഹിതം കിട്ടുന്നത്? അത് UDF-നായിരിക്കുമോ LDF-നായിരിക്കുമോ എന്നുള്ള നേരിട്ടുള്ള കണ്ടെത്തലാണ് സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. LDF-ന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നത് 37.9% വോട്ടുകളാണ്. 37.9%. UDF-ന് 39.7% എന്നുള്ളതാണ് കണക്ക്. NDA-ക്ക് 15.3%. മറ്റുള്ളവർ 1.2. ഇതുവരെ അഭിപ്രായം പറയാത്തവരുടെ കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ 2.9%. അതുപോലെ തന്നെ അഭിപ്രായം പറയാത്ത പറയാൻ പറ്റില്ല എന്ന് പറയുന്നവർ 3%. ഇതുവരെ തീരുമാനമെടുക്കാത്തവരാണ് 2.9%. അതേസമയം പറയാൻ പറ്റില്ല എന്നുള്ളത് 3%. എന്തായാലും ഇക്കാര്യത്തിൽ UDF-ന് നേരിയൊരു മേൽക്കൈ കിട്ടുകയാണ്. 39.7% വോട്ട് വിഹിതമാണ് UDF-ന് കിട്ടാൻ പോകുന്നത്. അതേസമയം LDF-നാകട്ടെ 37.9% എന്നുള്ളതാണ്. ആദ്യഘട്ട സർവേയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. ആദ്യഘട്ട സർവേയിൽ നേരിയ ഒരു മുൻതൂക്കം LDF-നുണ്ടായിരുന്നു. പക്ഷേ മിനിയാന്ന് വരെയുള്ള മാർച്ച് 30 വരെയുള്ള ഡേറ്റയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച്
ചെറിയൊരു മുൻതൂക്കം ഇവിടെ വോട്ട് വിഹിതത്തിൽ UDF കിട്ടുകയാണ്. 1% വ്യത്യാസം അവിടെ UDF കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 37.9%, 39.7%, NDAക്ക് 15.3% എന്നുള്ളതാണ് കണക്ക്. ഇതിൽ തന്നെ മേഖല തിരിച്ചുള്ള കണക്കുകളുമുണ്ട്. സജിത്ത്, മറ്റു വിവരങ്ങൾ എന്താണ് ഇതിലെ? മഞ്ജുഷ, സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഉള്ളടക്കമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നോക്കുക, ആദ്യ ട്രാക്കറിൽ ഇടതുപക്ഷത്തിന് വോട്ട് ഷെയറിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് UDF മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ തവണ ഇടതുമുന്നണി ആദ്യ ട്രാക്കറിൽ 41% വോട്ടുകൾ അവർ നേടുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇത്തവണ അത് 37-ലേക്ക് 37.9 ഇടതുപക്ഷത്തിന് LDF ലഭിക്കുന്ന വോട്ടുകൾ ഈ സർവേ കണക്കെടുപ്പിൽ കുറയുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മഞ്ജുഷ, ഇതിൽ നമുക്ക് പരിശോധിച്ചു പോകേണ്ടത് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്ന് ആദ്യ സർവേയിൽ പറഞ്ഞത് 2.9% ആളുകളാണ്. പക്ഷേ ഇത്തവണ അത് ആദ്യ സർവേയിൽ തീരുമാനമെടുക്കാത്തവർ 1.5% ആളുകളാണെങ്കിൽ ഇത്തവണ അത് 2.9% ആളുകൾ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല എന്ന് നിലപാട് എടുത്തിട്ടുണ്ട്. ഇനിയും തീരുമാനിക്കാത്തവരുടെ എണ്ണം 2.9%. അതായത് കഴിഞ്ഞ തവണത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ, അതല്ലേ കഴിഞ്ഞ തവണത്തെ നമ്മൾ ഒന്നാം ഘട്ട സർവേ നടത്തിയപ്പോൾ നോക്കുമ്പോൾ അതിനേക്കാൾ 3% വോട്ട് കൂടുതൽ UDF വരുന്നു. 1.5% വോട്ട് LDF കൂടുതലായിട്ട് വരുന്നു. അവിടെ LDF കഴിഞ്ഞ തവണ ഒന്നാം ഘട്ട സർവേയിൽ മാർച്ച് 21 വരെയുള്ള സർവേയിൽ വോട്ട് ശതമാനം കൂടുതൽ. പക്ഷേ ഇപ്പോൾ അത് UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതായത് ആകെ വ്യത്യാസം 1.8% വോട്ടിൻ്റെ ഡിഫറൻസ് വരികയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നേരിയൊരു വ്യത്യാസം 1.8% ഒരു വ്യത്യാസം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF കിട്ടും എന്നാണ് രണ്ടാം ഘട്ട സർവേ പറയുന്നത്. ഇതിനെ എങ്ങനെ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കിട്ടിയ ഈ ആനുകൂല്യം അതെങ്ങനെ സീറ്റുകളുടെ എണ്ണത്തിലേക്ക് മാറും? അവിടെ കഴിഞ്ഞ സർവേയിൽ കണ്ടതുപോലെ LDF തന്നെയായിരിക്കുമോ സീറ്റുകൾ കൂടുതൽ, അതോ അത് UDF തിരിയുകയാണോ? കഴിഞ്ഞ തവണത്തെ സർവേ നടത്തുമ്പോൾ UDF സീറ്റ് വിഭജനം പൂർത്തിയായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിലെ തർക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്ന സമയം കൂടിയായിരുന്നു. പക്ഷേ അതിനുശേഷം കളത്തിലേക്ക് UDF സ്ഥാനാർത്ഥികൾ പൂർണ്ണമായിട്ടും ഇറങ്ങി കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ചു വന്നു. അപ്പോഴാണ് രണ്ടാം ഘട്ട സർവേ നടന്നത്. അപ്പോൾ എങ്ങനെ ഇത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു? ആ ഡേറ്റ കൂടി നോക്കാം. ഏത് രീതിയിലാണ് കേരളം ചിന്തിക്കുന്നത്? വോട്ട് വൈബ് സർവേയുടെ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ എത്ര സീറ്റുകൾ UDF, എത്ര സീറ്റുകൾ LDF എന്നുള്ള കണക്ക് വരികയാണ്. അതിൽ UDF 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. LDF 64 മുതൽ 70 സീറ്റ് വരെ. ഒന്നാം ഘട്ട സർവേയിൽ ഇത് 71 സീറ്റുകൾ വരെ LDF കിട്ടാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ 64 മുതൽ 70 സീറ്റ് വരെ എന്നുള്ളതാണ്. UDF 67 മുതൽ 73 സീറ്റുകൾ വരെ എന്നാണ്. സിംഗിൾ ഡിജിറ്റിൽ കഴിഞ്ഞ സർവേയിൽ 71 ആയിരുന്നു. പക്ഷേ അത് 74 വരെ കൂടാം LDF എന്നും ഉണ്ടായിരുന്നു. +or-3 ആയിരുന്നു അതിൽ പോൾ ട്രാക്കറിൽ വന്നിട്ടുള്ള വിവരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സർവേയിൽ 74 സീറ്റുകൾ വരെ കിട്ടാമായിരുന്നു LDF. പക്ഷേ ഈ സർവേ വരുമ്പോൾ LDF 64 മുതൽ 70 സീറ്റുകൾ വരെ എന്നായിരിക്കുകയാണ്. UDF 67 മുതൽ 73 വരെ എന്നുള്ളത്. കഴിഞ്ഞ സർവേയിൽ 68 വരെയായിരുന്നു പരമാവധി. പക്ഷേ ഇവിടെ UDF 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം. NDAക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ള നിർണായകമായ വിവരവും ഈ സർവേയിൽ പുറത്തു വരികയാണ്. രണ്ടാം ഘട്ട സർവേ അനുസരിച്ച്, വോട്ട് വൈബിന്റെ രണ്ടാം ഘട്ട സർവേ അനുസരിച്ച് UDF മേൽക്കൈ. 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം. LDF 64 മുതൽ 70 സീറ്റ് വരെ. NDAക്ക് 1 മുതൽ 5 വരെ. പക്ഷേ മോശം സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 67 സീറ്റായിട്ട് UDF കുറയാം എന്നുള്ളതുണ്ട്. നല്ല സാഹചര്യമാണെങ്കിൽ LDF 70 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതുമുണ്ട്. സജിത്ത്, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. കറക്റ്റാണ്. സംസ്ഥാനത്ത് നേരിയ മുൻതൂക്കം UDF തിരികെ പിടിക്കുന്നു ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ എന്നാണ് സാഹചര്യം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇഞ്ചോടിഞ്ച് തന്നെയാണ് ചിത്രം. അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. നമ്മുടെ ഈ വോട്ട് വൈബിൻ്റെ ആദ്യ സർവേയിൽ തന്നെ
കൃത്യമായി തന്നെ ആ സൂചനയുണ്ടായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാണ് എങ്കിൽ പോലും LDF നേരിയ എഡ്ജ് എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തിരികെ മാറുന്നു. ഏകദേശം 3% വോട്ടുകളിലെ മാറ്റം UDF കണ്ടു കഴിഞ്ഞു. അതാണിപ്പോൾ ഈ സീറ്റ് നിലയിലും മാറ്റം ഉണ്ടാവുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഇതിൽ മാറ്റം ഉണ്ടായേക്കാം. അടുത്ത ഘട്ട സർവേകളിലുമൊക്കെ ഈ മാറ്റം പ്രതിഫലിച്ചേക്കാം. ഇപ്പോൾ നേരിയ എഡ്ജ് തീർച്ചയായും UDF തന്നെയാണ്. UDF മുന്നേറി എന്നതാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മഞ്ജുഷ, ഇതിൽ മേഖല തിരിച്ചുള്ള കണക്കെടുപ്പും ഏറെ ശ്രദ്ധേയമായിരിക്കാം. കാരണം വടക്കൻ കേരളത്തിൽ 48 സീറ്റുകളാണുള്ളത്. വടക്കൻ കേരളത്തിൽ നമ്മുടെ ഈ സർവേ പ്രകാരം ഇടതുമുന്നണി 18 മുതൽ 20 സീറ്റ് വരെ നേടാം. UDF 28 മുതൽ 30 വരെ സീറ്റുകൾ നേടിയേക്കാം. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ 23 മുതൽ 25 വരെ LDFും ഒപ്പം 27 മുതൽ 29 വരെ അവിടെ UDF നേടുമെന്നതാണ്. തെക്കൻ കേരളത്തിൻ്റെ കണക്കാണ് ശ്രദ്ധേയം. തെക്കൻ കേരളത്തിൽ 39 സീറ്റുകളാണ്. 39 സീറ്റുകളിൽ 23 മുതൽ 25 വരെ LDFും 12 മുതൽ 14 വരെ UDFും എന്നതാണ്. NDAയുടെ കണക്ക് നോക്കുമ്പോൾ അവർക്ക് മധ്യ കേരളത്തിൽ 2 സീറ്റ് വരെ ലഭിച്ചേക്കാം. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 3 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അതായത് ആദ്യഘട്ട സർവേയിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് LDFന് 4 സീറ്റ് വരെ നഷ്ടമാകാം എന്നുള്ളതാണ്. ആദ്യഘട്ട സർവേയിൽ കിട്ടുമെന്ന് കരുതിയിരുന്ന 4 സീറ്റുകൾ LDFന് നഷ്ടപ്പെടാം എന്നുള്ളതാണ്. അത് 2 വടക്കൻ കേരളത്തിലാണ്, 1 വീതം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ്. 3 UDFന് കഴിഞ്ഞ ഘട്ട സർവേയിലേക്കാൾ കൂടുതൽ വരും, 1 NDAക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതുമാണ്. അത് ഓരോ മേഖല തിരിച്ചുള്ള കണക്കുകളും വന്നിട്ടുണ്ട്. വടക്കൻ മേഖല എന്നുദ്ദേശിക്കുന്നത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളാണ്. അവിടുത്തെ 48 സീറ്റുകളിലാണ് അവിടെ മേൽക്കൈ കിട്ടാൻ പോകുന്നത് UDFനാണ് എന്നുള്ളതാണ്. അതേസമയം മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ ഏകദേശം മധ്യ കേരളത്തിലും UDFന് തന്നെയാണ് മേൽക്കൈ എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിൽ 18 മുതൽ 20 സീറ്റുകൾ വരെ LDFന്, 28 മുതൽ 30 സീറ്റുകൾ വരെ UDFന് എന്നുള്ളതാണ്. അതേസമയം മധ്യ കേരളം വരുമ്പോൾ 23 മുതൽ 25 സീറ്റുകൾ വരെ LDFന്, UDFന് നേരിയ മുൻതൂക്കം 27 മുതൽ 29 വരെ. അവിടെ NDA 2 സീറ്റുകൾ എന്നുള്ളതാണ്. പാലക്കാട് ജില്ല മുതൽ ഇങ്ങോട്ട് കോട്ടയം ജില്ല വരെ ആണ് ഈ മധ്യ കേരളത്തിലെ 53 സീറ്റുകളിൽ വരുന്നത്. അപ്പോൾ 2 സീറ്റുകൾ അവിടെ NDA നേടിയേക്കാം. അതിൽ പാലക്കാട് ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. LDF അവിടെ 23, 25, UDF 27, 29. വളരെ നേരിയ ഒരു മുൻതൂക്കം മധ്യ കേരളത്തിൽ UDFന് കിട്ടുന്നു. അതേസമയം തെക്കൻ കേരളത്തിൽ 39, 4 ജില്ലകളിൽ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിലെ 39 സീറ്റുകളിൽ അവിടെ മേൽക്കൈ കിട്ടുന്നത് LDFനാണ്. 23 മുതൽ 25 വരെ, UDFന് 12 മുതൽ 14 വരെ. അതേസമയം NDAക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിൽ നിന്ന് 23 ആയിരിക്കും LDFന് ഏറ്റവും കുറവ് വരിക, അത് 25 വരെ ആയേക്കാം. അതേസമയം UDF ചിലപ്പോൾ 12ലേക്ക് താണേക്കാം, 14 വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. ആദ്യത്തെ സർവേയിൽ കണ്ടതിനേക്കാൾ നേരിയ വ്യത്യാസം ഇവിടെ UDFന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതിൽ തന്നെ ഇപ്പോൾ 64 മുതൽ 70 സീറ്റുകൾ വരെയാണ് LDFന് കിട്ടുന്നത്. 67 മുതൽ 73 സീറ്റുകൾ വരെ UDFന് കിട്ടാം. 1 മുതൽ 5 സീറ്റുകൾ വരെ NDAക്ക് കിട്ടാം എന്നുള്ളതാണ് കണക്ക് സൂചിപ്പിക്കുന്നത്. അതായത് നേരിയ ഒരു മുൻതൂക്കം UDFന് കിട്ടുന്നു, പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 1 മുതൽ 5 സീറ്റുകൾ വരെ NDAക്കും കിട്ടാം. അതിൽ തെക്കൻ കേരളത്തിൽ നിന്നായിരിക്കും 1 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടാൻ പോകുന്നത്. പാലക്കാട് ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ നിന്നായിരിക്കും 1 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടാൻ പോകുന്നത് എന്നുള്ള കണക്ക് കൂടി ഈ സർവേയിൽ പ്രതിഫലിക്കുകയാണ്. സഹിത മറ്റു കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ടല്ലോ. എങ്ങനെ ഓരോ ജില്ലകളിലെ അല്ല ഓരോ പ്രദേശങ്ങളനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അതിൽ സർവേയിലെ മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? മഞ്ജുഷ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. സംസ്ഥാനത്ത് വീണ്ടും 3ാം വട്ടവും ഒരു ഇടതു സർക്കാർ വന്നെങ്കിൽ അതിന് മുഖ്യ കാരണമാവുക തെക്കൻ കേരളം തന്നെയായിരിക്കുമെന്ന് വ്യക്തമാണ്. കാരണം തെക്കൻ കേരളത്തിൻ്റെ പ്രകടനമാണ് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ LDFന് വീണ്ടും ഒരു ഭരണ തുടർച്ചയ്ക്ക് എന്തെങ്കിലും സാധ്യത ബാക്കിയാക്കുന്നത്. അത് ഈ സർവേയിലും പ്രകടമാവുന്നുണ്ട്. എന്തായാലും പുറത്തു വരുന്ന സർവേകളിൽ തെക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്ന കാര്യം. മറ്റൊന്ന്, NDA
NDAയുടെ ചിത്രം കൂടി നമുക്ക് പരിശോധിക്കാം. NDAയുടെ നോക്കൂ, ഈ മധ്യ കേരളത്തിൽ 2 സീറ്റ് വരെ നേടിയേക്കാമെന്ന ഒരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. അതിനർത്ഥം ഒരുപക്ഷെ പാലക്കാടാവാം, അതല്ലെങ്കിൽ തൃശ്ശൂരാവാം, അതല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ പാലയോ അല്ലെ പൂഞ്ഞാറോ ഒക്കെ പോലെയുള്ള മണ്ഡലങ്ങളാണോ പ്രതീക്ഷ വെക്കാനുള്ള ഇടം എന്ന കണക്ക് കൂടിയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിലെ ആ 2 സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ വളരെ പ്രസക്തമാണ്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 3 സീറ്റുകൾ വരെയാണ് NDAക്ക് സാധ്യത വെക്കുന്നത്. നമുക്കറിയാം, അത് തിരുവനന്തപുരം ജില്ലയിലെ 2ഓ 3ഓ പ്രധാനപ്പെട്ട ഇടങ്ങളാവാം, അതല്ലെങ്കിൽ ചാത്തന്നൂർ പോലെ കൊല്ലം ജില്ലയിലെ BJPക്ക് വലിയ വോട്ട് ഷെയർ ഉള്ള ആ പ്രദേശമാവാം. ഇതിലേതെങ്കിലും ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, തെക്കൻ കേരളമാണ് ഇത്തവണത്തെ കേരളത്തിൻ്റെ വിധി നിശ്ചയിക്കുന്നതിൽ സുപ്രധാന ഘടകമാകാൻ പോകുന്ന ഇടം. തെക്കൻ കേരളം അതിനിർണായകമാണ്. തെക്കൻ കേരളം പറയാൻ പോകുന്ന രാഷ്ട്രീയം വ്യക്തമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടായെങ്കിൽ അത് UDFന് അനുകൂലമാവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ സർവേകളിൽ സൂചകമായി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വടക്കൻ കേരളത്തിൽ വലിയ നഷ്ടം ഇടതു കേന്ദ്രങ്ങളിൽ ഉണ്ടായേക്കാം. വടക്കൻ കേരളത്തിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ UDFന് കഴിയും. അതേസമയം മധ്യ കേരളത്തിൽ ഇഞ്ചോടിഞ്ചായിരിക്കും. തെക്കൻ കേരളത്തിൽ LDFനായിരിക്കും മേൽക്കൈ. ഇങ്ങനെയാണ് സർവേ ഫലം പറയുന്നത്. ശ്രീ മോഹൻ വർഗീസ്, വിശ്വസനീയമായ ഒരു സർവേ ഫലമാണല്ലോ ഇത്. പൊതുവായിട്ടൊരു ട്രെൻഡ് നോക്കുമ്പോൾ കേരളം ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ രീതിയിലാണ് എന്ന വിലയിരുത്തലാണല്ലോ ഉള്ളത്. ശ്രീ മഞ്ജുഷ്, മൊമെന്റം ഷിഫ്റ്റ് ചെയ്തു എന്ന കാര്യത്തിൽ ഒരു ചെറിയ സൂചനയാണ് കിട്ടുന്നത്. വോട്ട് ഷെയറിന്റെ കാര്യത്തിലും, അതായത് 1.8% വോട്ട് ഷെയർ UDFന് LDFനേക്കാൾ കൂടുതലാണ്. മൊത്തത്തിൽ കഴിഞ്ഞ ഒരു പോളിനേക്കാൾ ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ 3% വളർച്ച UDF രേഖപ്പെടുത്തി. ഇതൊരു മൊമെന്റമായി കാണുകയാണെങ്കിൽ അടുത്ത ഒരാഴ്ച കൂടി കഴിയുമ്പോൾ, തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപുള്ള ഒരു മാനസികാവസ്ഥയിൽ UDFന് ലേശം മേൽക്കൈ, കുറച്ചുകൂടി വ്യക്തമായ മേൽക്കൈ ഉണ്ടാകും എന്നതിന്റെ ഏർലി സൂചനയാണ് ഒരുപക്ഷെ ഇത് കാണുന്നത്. അത് മാത്രമല്ല, കേരളത്തെ 3 മേഖലയായി തിരിക്കുമ്പോൾ വടക്കൻ മേഖലയിൽ ഒരുപക്ഷെ അതിശക്തമായ ഒരുപക്ഷെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ, മുസ്ലിം കൺസോളിഡേഷന്റെ ഫലമായിട്ടാകാം കാര്യമായ മേൽക്കൈ ലഭിക്കുകയും മധ്യ കേരളത്തിൽ, അത് പാലക്കാട് ഉൾപ്പെടെ മധ്യ കേരളമായി കണക്ക് കൂട്ടുമ്പോൾ പാലക്കാട് മുതൽ കോട്ടയം ജില്ല വരെയുള്ള ഇടത്ത് ഒരുപക്ഷെ UDFന് ലേശം മേൽക്കൈ ലഭിക്കുകയും ഇടതുപക്ഷത്തിന് കാര്യമായ മേൽക്കൈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഈവൻ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്യും എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ 1 മുതൽ 5 വരെ സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും, NDAക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ 5 സീറ്റിലേക്ക് നീങ്ങുകയും UDFനും LDFനും 71 എന്ന മാജിക് നമ്പർ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അതീവ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് സർവേയിൽ അതാണല്ലോ പ്രതിഫലിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു UDFന് എഡ്ജ് എന്ന് പറയുമ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. കാരണം ലോവർ ഡിജിറ്റ് LDFന്റെ നോക്കുമ്പോഴാണ് UDFന് ഒരു മുൻതൂക്കം ഉള്ളത്. പക്ഷേ LDFന്റെ അപ്പർ ഡിജിറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ കൃത്യം ഏകദേശം ഈ മാജിക് സംഖ്യയ്ക്ക് തൊട്ടടുത്ത് 70 സീറ്റുകളിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. അവിടെയാണല്ലോ BJPയുടെ അപ്പർ ലിമിറ്റ് നോക്കേണ്ടത്. 5 വരെ കിട്ടിയേക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു തൂക്ക് സഭയിലേക്കുള്ള പോക്ക് എന്ന രീതിയിൽ തന്നെയാണല്ലോ ഈ സർവേയിലെ പ്രതിഫലനം. ഇതിൽ ശ്രീ മഞ്ജുഷ്, വളരെ രസകരമായ ഒരു കാര്യം, വോട്ട് ഷെയറിനെ സീറ്റാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ അതീവ നിർണായകമായ ഭൂരിപക്ഷമായിരിക്കാം ഒരുപക്ഷെ മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ്സിന് UDFന് ലഭിക്കുന്നത്. അപ്പൊ അതെല്ലാം സീറ്റായി മാറും, വൻ ഭൂരിപക്ഷമാണ്. പക്ഷെ മൊത്തത്തിലുള്ള കണക്കിൽ അത് സീറ്റുകളുടെ എണ്ണത്തിൽ അത് പ്രതിഫലിക്കണമെന്നില്ല. അപ്പൊ സീറ്റുകളുടെ എണ്ണത്തിൽ വോട്ട് ഷെയറിൽ 1.8% മേൽക്കൈ ഉള്ളത് കൊണ്ട് മാത്രം സീറ്റ് ഷെയറിൽ സമാനമായ മേൽക്കൈ അല്ലെങ്കിൽ അതിഗംഭീരമായ മേൽക്കൈ എന്ന് കൃത്യമായി അസസ് ചെയ്യാനാവില്ല. അത് ഭൂരിപക്ഷത്തിന്റെ കണക്കുകൂടി വെയ്ഫർത്തിൻ മാർജിനൽ ഏതായാലും സീറ്റുകൾ LDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഹാങ് സിറ്റുവേഷനിലേക്ക് തന്നെ ഇത് പോകാം എന്നതിന്റെ ഒരു സൂചനയാണ് ഈ സർവേയിൽ കടന്നത്. കാരണം കൺക്ലൂസീവായ എവിഡൻസ് നൽകാൻ ഈ സർവേക്ക് കഴിയുന്നില്ല. എഡ്ജ് UDFന് എന്ന് പറയുമ്പോഴും ആ എഡ്ജ് നിലനിർത്തുകയും, ശരി, ഇത് ഒരാഴ്ചക്കിടയിലുള്ള വ്യത്യാസമാണ്. ഒരാഴ്ചക്കിടയിൽ നേരിയ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. അവിടെ വോട്ട് ട്രാക്കർ നേരെ LDFൽ നിന്ന് UDFലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ സർവേ നടത്തിയ സമയത്ത്, വോട്ട് ട്രാക്കർ സർവേ നടത്തിയ ആ ഒരു സമയത്ത്, വോട്ട് വൈബിന്റെ സർവേ നടന്ന ആ സമയത്ത് UDFലായിരുന്നു വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസത്തിന് 2 ദിവസം മുൻപായിരുന്നു ആ സർവേ അവസാനിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, സ്ഥിതി മാറിയിരിക്കുന്നു. കോൺഗ്രസിൽ UDFൽ പൊതുവെ പ്രശ്നങ്ങളില്ല. അതേസമയം LDFൽ ആ വിമത ശബ്ദങ്ങൾ അതേപടി നിൽക്കുന്നുമുണ്ട്. ആ സമയത്താണ് ഈ സർവേ വന്നത്. 30-ാം തീയതി വരെയുള്ള ഡേറ്റ ക്രോഡീകരിച്ചതിൽ നിന്നാണ് നേരിയൊരു വ്യത്യാസം UDFന് അനുകൂലമായി വന്നിരിക്കുന്നത്. 1.8% വോട്ട് വിഹിതത്തിലും വ്യത്യാസം UDFന് അനുകൂലമായി വന്നിരിക്കുകയാണ്. അതോടൊപ്പമാണ്
മധ്യ കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, വടക്കൻ കേരളത്തിൽ UDF-നുള്ള മേൽക്കൈ, തെക്കൻ കേരളത്തിൽ LDF-നുള്ള മേൽക്കൈ, 1 മുതൽ 5 സീറ്റുകൾ വരെ NDA നേടിയേക്കാം എന്നുള്ള കണക്ക്. ആ കണക്ക് ഒരിക്കൽ കൂടി നോക്കാം. വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ 1.8% വ്യത്യാസം UDF-ന് അനുകൂലമായി വരികയാണ്. 37.9% LDF-നെങ്കിൽ UDF-ന് 39.7%, NDA-ക്ക് 15.3%, മറ്റുള്ളവർ 1.2%. ഇതുവരെ തീരുമാനിക്കാത്തവർ, അത് നിർണായകമാണ്, 2.9%. അഭിപ്രായം പറയാത്തവർ 3% എന്നുള്ളതാണ്. ഇതെങ്ങനെ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ സർവേയേക്കാൾ ഇത്തവണ UDF-ന് 67 മുതൽ 73 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. അവിടെ +-3 എറർ കൂടി നോക്കേണ്ടതാണ്. LDF-ന് 64 മുതൽ 70 സീറ്റുകൾ വരെ കിട്ടാം എന്നുള്ളതാണ്. NDA-ക്ക് 1 മുതൽ 5 സീറ്റുകൾ വരെ കിട്ടാം. അതുതന്നെ ഓരോ മേഖല തിരിച്ചുള്ള കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ UDF-നാണ് മേൽക്കൈയുള്ളത്. അവിടെ LDF-നേക്കാൾ മുന്നേറാൻ കഴിയും. LDF-ന് 18 മുതൽ 20 സീറ്റുകൾ വരെ, അതേസമയം UDF-ന് 28 മുതൽ 30 സീറ്റുകൾ വരെ. മധ്യ കേരളത്തിൽ 23 മുതൽ 25 സീറ്റുകൾ വരെ LDF-ന്, UDF-ന് 27 മുതൽ 29 സീറ്റുകൾ വരെ. 0 മുതൽ 2 സീറ്റുകൾ വരെ NDA-ക്ക്. തെക്കൻ കേരളത്തിൽ 23 മുതൽ 25 സീറ്റുകളിൽ വരെ നേട്ടമുണ്ടാക്കുക LDF ആയിരിക്കും. UDF-നാകട്ടെ 12 മുതൽ 14 സീറ്റുകൾ വരെ, 1 മുതൽ 3 സീറ്റുകൾ വരെ NDA നേടും എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകൾ ഇതിൽ വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതാണ് വോട്ട് വൈബ് പോൾ ട്രാക്കർ സർവേയുടെ 2ാം ഘട്ടം. ഇവിടെ പൂർത്തിയാകുമ്പോൾ കൃത്യമായിട്ടും ഒരു ആര് ജയിക്കും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പക്ഷേ അവിടെയും UDF-ന് മേൽക്കൈ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വോട്ട് ബൈ സർവേയുടെ അടുത്ത ഘട്ടം ഉടൻ തന്നെ ഉണ്ടാകും. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി ചിത്രം വരുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.